നമസ്കാരം. ശമ്പളവും പെൻഷനും പോലും നൽകാൻ പണമില്ലാതെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം മുടങ്ങിക്കിടക്കുമ്പോഴും ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴും കേരളം കോടികൾ ചെലവ് വരുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് പ്രധാന ആവശ്യമായ സിൽവർ ലൈൻ പദ്ധതി ധനമന്ത്രി KN ബാലഗോപാൽ എടുത്തിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാകണമെന്നും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും KN ബാലഗോപാൽ ആവശ്യമുന്നയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 2 വർഷത്തേക്ക് പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത്. പബ്ലിക് അക്കൗണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പ വെട്ടിക്കുറയ്ക്കുന്നു. ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും 5,710 കോടി വീതമാണ് വായ്പയിൽ കുറയുന്നത്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പയിൽ നിന്ന് കുറയ്ക്കുക എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% 6,000 കോടി നൽകേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം. ഈ വർഷത്തെ കടമെടുപ്പ് പരിധി GSTPയുടെ 3.5% ഉയർത്തണം. ഉപാധിരഹിത കടമെടുപ്പ് അനുവാദവും ഉറപ്പാക്കണം. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനർപരിശോധിക്കണം. GSTയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവെക്കൽ അനുപാതം നിലവിലെ 60-40 എന്നത് 50-50 പുനർനിർണയിക്കണം എന്നീ ആവശ്യങ്ങളും ബാലഗോപാൽ ഉന്നയിച്ചു. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം ഉൾപ്പെടെ പദ്ധതികൾക്കായും 50,000 കോടിയുടെ വിസൽ പാക്കേജും കേരളം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം നിലവിലെ 60% നിന്ന് 75% ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം. ആശ, അങ്കണവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയം ഉയർത്തണം. NSAPയിലെ ക്ഷേമ പെൻഷൻ തുകകൾ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ്, ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവയും ഉയർത്തണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഫയർ സർവീസിലെ 220 വാഹനങ്ങൾ, ആരോഗ്യ വകുപ്പിലെ ആംബുലൻസുകൾ അടക്കം 800 വാഹനങ്ങൾ, പോലീസ് സേനയുടെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇവയ്ക്ക് പകരം വാഹനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സഹായം വേണം. എയിംസ്, കണ്ണൂർ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ ബജറ്റിൽ പ്രഖ്യാപിക്കണം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണം. തലശ്ശേരി, മൈസൂരു, നിലമ്പൂർ, നഞ്ചൻകോട് റെയിൽവേ പാതകളുടെ സർവേയും വിശദ പദ്ധതി രേഖ തയ്യാറാക്കലും ആരംഭിക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.